ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബിശ്റഹ് ലീ സ്വദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ഇന്ന് പരിശുദ്ധ ഖുർആനിലെ 89-ാമത്തെ പേജാണ് നമ്മൾ അർത്ഥവും ആശയവും മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. സൂറത്തുൻ നിസായിലെ 66 തുടങ്ങി 74 വരെയുള്ള ആയത്തുകളാണ് ഈ പേജിലുള്ളത്. ലാസ്റ്റ് പേജിൽ നമ്മൾ മനസ്സിലാക്കിയത് കപട വിശ്വാസികളെ കുറിച്ചായിരുന്നു അല്ലേ. അള്ളാഹു പറഞ്ഞു, അവർ പറയും എന്താ, പ്രവാചകനിലും അതിനു മുമ്പുള്ള വേദഗ്രന്ഥങ്ങളിലൊക്കെ വിശ്വസിച്ചു എന്ന് പറഞ്ഞ കുറച്ച് ആൾക്കാരുണ്ട്. പക്ഷെ അവർ പൂർണ്ണമായും പ്രവാചകനിൽ വിശ്വസിച്ചിട്ടില്ല. അവരെന്താ ചെയ്യുക, അവർക്ക് ലാഭം കിട്ടുമെന്ന് കണ്ടാൽ മാത്രം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വിധി തേടി വരും. അല്ലെങ്കിൽ അവർ ഇപ്പോൾ കഅബ് ഇബ്നു അഷ്റഫിനെ പോലെയുള്ള ജൂത പുരോഹിതന്മാരുടെ അടുത്തോ അല്ലെങ്കിൽ മറ്റ് താഗൂത്തുകളുടെ അടുത്തോ വിധി തേടുന്ന ആളുകളാണ് അവർ എന്നൊക്കെ അള്ളാഹു പറഞ്ഞു തന്നു അല്ലേ. അവർ പുറമേക്ക് എന്തൊക്കെ തന്നെ പറഞ്ഞാലും അവരുടെ ഹൃദയങ്ങളിലുള്ളതൊക്കെ അള്ളാഹ്ക്ക് ശരിക്കും അറിയാം. അതുകൊണ്ട് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, അവരെ സതുപദേശം നൽകുക, അവർക്ക് നല്ല ഉപദേശങ്ങളൊക്കെ കൊടുക്കുക, അവരുടെ ഹൃദയങ്ങളിൽ തട്ടണ വാക്ക് നീ പറയുക, എന്നിട്ട് അവരെ വിട്ടേക്കുക എന്നാണ് അള്ളാഹു പറഞ്ഞു കൊടുത്തത് അല്ലേ. പിന്നെ ഈ മുനാഫിക്കുകളോട് അള്ളാഹു പറയാണ് അവരുടെ സമീപനം പ്രവാചകനോട് എങ്ങനെ ആയിരിക്കണം എന്നാണ് പറഞ്ഞത്. അവരിങ്ങനെ കുറേ തെറ്റുകളൊക്കെ അവരിൽ നിന്ന് വന്നു പോയി. എന്നിട്ട് അവരത് മനസ്സിലാക്കി അള്ളാഹുവിനോട് പശ്ചാത്താപം തേടിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചെന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവർക്ക് വേണ്ടി പാപമോചനം തേടും. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹു ഇവരുടെ തെറ്റുകളൊക്കെ പുറത്തു കൊടുക്കുന്നതായിട്ട് കാണാം. അള്ളാഹുവിനെ ഏറ്റവും പശ്ചാത്താപം സ്വീകരിക്കുന്നവനായും കരുണാനിധിയായും നിങ്ങൾക്ക് കാണാം എന്നൊക്കെയാണ് അള്ളാഹു പറഞ്ഞു തന്നത്. അപ്പോൾ ഏതൊരു പ്രവാചകനെയും അള്ളാഹു ഇങ്ങോട്ട് അയച്ചത് നമ്മൾ ആ പ്രവാചകനെ അനുസരിക്കാൻ വേണ്ടിയാണ് എന്ന് അള്ളാഹു കൃത്യമായിട്ട് പറഞ്ഞു തരാണ്. അപ്പോൾ നമുക്ക് മുമ്പ് തെറ്റൊക്കെ പറ്റിയാലും പിന്നീട് പശ്ചാത്തപിച്ച് വന്നാൽ അള്ളാഹു ആ തെറ്റുകളെല്ലാം പുറത്തു തരും. പിന്നെ അള്ളാഹു പറഞ്ഞു തന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാര്യത്തിൽ വിധി പ്രഖ്യാപിച്ചാൽ, ഇപ്പം നമ്മുടെ ഇടയിൽ ഭിന്നതയുള്ള ഒരു കാര്യത്തിൽ, ഭിന്നാഭിപ്രായമുള്ള ഒരു കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വിധി പ്രഖ്യാപിച്ചാൽ നമ്മൾ അതിനെ എങ്ങനെയാണ് കാണേണ്ടത് എന്നാണ് അള്ളാഹു പറഞ്ഞു തന്നത്. എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തീരുമാനത്തിൽ നമ്മൾ പൂർണ്ണമായും മനസ്സ് തൃപ്തിപ്പെട്ടുകൊണ്ട് തന്നെ ആ ഒരു വിഷയത്തിൽ നമ്മൾ കീഴൊതുങ്ങണം എന്നാണ് അള്ളാഹു പറഞ്ഞു തന്നത്. ഒരിക്കലും നമ്മളൊരു ഇഷ്ടമല്ലാത്ത രീതിയിലോ ഇനിയിപ്പോൾ അത് അങ്ങനെ ഒരു തീരുമാനം ഒരു വിധി വന്നല്ലോ എന്ന് ആലോചിച്ചിട്ടല്ല നമ്മളത് അനുസരിക്കേണ്ടത്. പൂർണ്ണമായും ഇതാണ് ശരിയെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ യാതൊരു വിഷമവും ഇല്ലാണ്ട് പൂർണ്ണ തൃപ്തിയോടുകൂടി നമ്മൾ ആ ഒരു തീരുമാനത്തിനെ അനുസരിക്കണം എന്നാണ് പറഞ്ഞു തന്നത്. അപ്പോൾ ആ ആയത്ത് അവതരിക്കാനൊരു പശ്ചാത്തലമുണ്ട്. സംഭവം ഇതാണ്, അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മായിയുടെ മകനാണ് അദ്ദേഹം. അദ്ദേഹത്തിനൊരു വലിയ തോട്ടം ഉണ്ടായിരുന്നു. ആ തോട്ടം കുറച്ചൊരു ഉയർന്ന സ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നത്. ആ തോട്ടത്തിൻ്റെ കുറച്ച് താഴ്ഭാഗത്തായിട്ട് മറ്റൊരു അൻസാരി സ്വഹാബിയുടെ ഒരു തോട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ മുകളിൽ നിന്ന് വരുന്ന വെള്ളം ബണ്ട് കെട്ടിക്കൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു തൻ്റെ തോട്ടം നനക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഈ അൻസാരി സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പരാതി പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാര്യമൊക്കെ പഠിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ വിധി പ്രഖ്യാപിച്ചു, എന്താ, ബണ്ട് കെട്ടി നിർത്തണ്ട, മുകളിൽ നിന്ന് വരുന്ന വെള്ളം ആവശ്യത്തിന് ഈ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ തോട്ടം നനച്ച് ബാക്കിയുള്ള വെള്ളം താഴത്തെ അൻസാരിയുടെ തോട്ടത്തിലേക്ക് വിടാനാണ് വിധി കൽപ്പിച്ചത്. ആ അൻസാരി സ്വഹാബിക്ക് ഈ ഒരു വിധിയോട് താല്പര്യം ഉണ്ടായിരുന്നില്ല, തൃപ്തി ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ആവശ്യം എന്തായിരുന്നു, ആദ്യം വരുന്ന വെള്ളം അദ്ദേഹത്തിന് കിട്ടണം എന്നുള്ളതായിരുന്നു ആവശ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അദ്ദേഹം കുറ്റം പറഞ്ഞു. തൻ്റെ അമ്മായിയുടെ മകനായതുകൊണ്ടാണ് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിന് അനുകൂലമായ ഒരു വിധി പ്രഖ്യാപിച്ചത് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞപ്പോൾ ആ സമയത്ത് അവതരിച്ച ആയത്താണ് നമ്മൾ ഈ പഠിച്ച അവസാനത്തെ 65-ാമത്തെ ആയത്ത്. ഇനി അടുത്ത ആയത്തും ഈ കപട വിശ്വാസികളെ സംബന്ധിച്ചുള്ള ഒരു ആയത്ത് തന്നെയാണ്. നമുക്ക് നോക്കാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولو أنا كتبنا عليهم أن اقتلوا أنفسكم أو اخرجوا من دياركم ما فعلوه إلا قليل منهم ولو أنهم فعلوا ما يوعظون به لكان خيرا لهم وأشد تثبيتا. ഇവിടെ അള്ളാഹു പറയണത്, അള്ളാഹു ഒരു നിയമം നിങ്ങൾക്ക് കൊണ്ടുവരാമെന്ന് വിചാരിക്കുക. എന്താണ് ആ നിയമം? നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ തന്നെ കൊന്നുകളയണമെന്ന്. അത് ഏത് വിധത്തിലും ആവാം. ചിലപ്പോൾ കൊലപാതകം കൊണ്ടോ അല്ലെങ്കിൽ എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ
ശരീരത്തെ നിങ്ങൾ നശിപ്പിക്കണം എന്നൊരു നിയമമാണ് അള്ളാഹു കൊണ്ടുവരുന്നത്. ഇപ്പോൾ ദീനിന് വേണ്ടി ചിലപ്പോൾ ജീവൻ ത്യജിക്കേണ്ട പല അവസ്ഥകളും ഉണ്ടാവാം അല്ലേ, അങ്ങനെ ഒരു നിയമം. പിന്നെ നമ്മൾ സൂറത്തുൽ ബഖറയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, പശുക്കുട്ടിയെ ആരാധിച്ചവർ ആ സമയത്ത് ഒരു ആയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ നിങ്ങളെ തന്നെ കൊല്ലണമാണ് നല്ലത് എന്ന് പറഞ്ഞിട്ട് ആ കൂട്ടത്തിലുള്ള തെറ്റ് ചെയ്തവരെ കൊന്ന ഒരു സന്ദർഭമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏതൊരു തരത്തിലാണെങ്കിലും നിങ്ങളുടെ സ്വന്തം ശരീരങ്ങളെ നിങ്ങൾ നശിപ്പിക്കണം എന്നൊരു നിയമം അള്ളാഹു വെക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം, സത്യവിശ്വാസിയായി കഴിയണമെങ്കിൽ നിങ്ങളുടെ വീടും സ്വത്തും ഒക്കെ വിട്ട് നിങ്ങൾ ഹിജ്റ പോകണം എന്നൊരു നിയമം അള്ളാഹു വെക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ആളുകളിൽ വളരെ കുറച്ച് പേര് മാത്രമേ അതിൽ പ്രവർത്തിക്കുകയുള്ളൂ എന്നാണ് അള്ളാഹു പറയണത്. എന്നിട്ട് അള്ളാഹു പറയാണ്, അള്ളാഹു ഈ ഉപദേശിച്ച ഒരു കാര്യം, എന്ത് കാര്യമായിക്കോട്ടെ, അത് നിങ്ങൾ ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾ ഏറ്റവും ഉത്തമന്മാരാകുമായിരുന്നു, നിങ്ങൾ ഈ കൂടുതൽ ശക്തമായി ഉറച്ചു നിൽക്കുന്നവരും നിങ്ങളാവുമായിരുന്നു. ഈ പറഞ്ഞു അള്ളാഹുവിൻ്റെ ഏതൊരു കൽപ്പനയാണെങ്കിലും ഏതൊരു ഉപദേശമാണെങ്കിലും അത് സ്വീകരിച്ചിരുന്നെങ്കിൽ നിങ്ങൾ അങ്ങനെ ആകുമായിരുന്നു എന്നാണ് പറയണത്. ഇപ്പോൾ വളരെ നിസ്സാരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാര്യത്തിൽ തീരുമാനം കൽപ്പിച്ചാൽ അതിൽ പോലും അസംതൃപ്തി കാണിക്കണ ആളുകളോടാണ് ഈ പറയണത്. ഇങ്ങനൊരു കഠിനമായ നിയമങ്ങളൊക്കെ അള്ളാഹു വെച്ചിരുന്നെങ്കിൽ അതിൽ അനുസരിക്കുന്ന ആളുകൾ വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് അള്ളാഹു പറയണത്. ആയത്ത് നോക്കാം. വലൗ അന്ന, വലവ് എന്ന് വെച്ചാൽ എങ്കിൽ, അന്ന നിശ്ചയമായും നാം, കത്തബ എന്ന് വെച്ചാൽ എന്താ, എഴുതി നടത്തണ്ട്, നിയമമാക്കിയെന്നുണ്ട്. അപ്പം ഇവിടെ നിയമമാക്കിയതാണ്, നാം നിയമമാക്കിയിരുന്നുവെങ്കിൽ, അലൈഹിം അവരുടെ മേൽ, അനിഖ്തുലു ഖത്തല എന്ന് വെച്ചാൽ എന്താ, കൊല്ലുക. അപ്പം നിങ്ങൾ കൊല്ലണമെന്ന് ഞാനൊരു നിയമമാക്കിയിരുന്നെങ്കിൽ എന്ന് അള്ളാഹു പറയാണ്. അംഫുസക്കും നിങ്ങളെ തന്നെ, നിങ്ങളുടെ സ്വന്തം ദേഹങ്ങളെ തന്നെ നിങ്ങൾ കൊല്ലണമെന്ന് ഒരു നിയമമാക്കിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവ്യഹ്റുജു, ഖറജ എന്താ, പുറത്തു പോവുക അല്ലേ, അങ്ങനെ നിങ്ങൾ പുറത്തു പോകുവിൻ എന്നൊരു കൽപ്പനയാണ് അള്ളാഹു പറയണേ. മിൻ ദിയാരിക്കും നിങ്ങളുടെ വീടുകളിൽ നിന്നും പുറത്തു പോകണമെന്നൊരു കൽപ്പന അള്ളാഹു പറയുകയാണെങ്കിൽ, മാ ഫഅലൂഹു അതവർ ചെയ്യുകയില്ല, ഇല്ലാ ഖലീലും മിൻഹും, ഖലീൽ എന്താണ്, കുറച്ച് അല്ലേ, അവരിൽ നിന്നും വളരെ കുറച്ച് ആളുകളല്ലാതെ അത് ചെയ്യുകയില്ല. വലൗ അന്നഹും, ഇനി അവരായിരുന്നെങ്കിൽ എങ്ങനെ, ഫഅലു അവരത് പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ, മാ യുഅദൂന ബിഹി, അല്ലാഹ് എന്നുള്ള വാക്കല്ലേ, അള്ളാഹു എന്താണോ അവരോട് സതുപദേശം ചെയ്തത് അതവർ ചെയ്തിരുന്നുവെങ്കിൽ, ബിഹി അതുകൊണ്ട്, ലകാന ഖൈറൻ ലഹും അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അവർ ഏറ്റവും ഉത്തമന്മാരാകുമായിരുന്നു, അത് അവർക്ക് ഏറ്റവും നന്മ ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു. അശദ്ദ തസ്ബീത്ത, അശദ്ദ എന്താണ്, കൂടുതൽ ശക്തമായത് അല്ലെങ്കിൽ കഠിനമായതാണ്. തസ്ബീത്ത സബത്ത എന്ന് വെച്ചാൽ എന്താ, ഉറപ്പിച്ച് നിർത്തുക എന്നാണ്. അപ്പോൾ അത് അവരെ ദീനിൽ കൂടുതൽ ഉറപ്പിച്ച് നിർത്താനും അവരുടെ വിശ്വാസത്തിന് ദൃഢത നൽകാനും ഒക്കെ അത് ഏറ്റവും നല്ലതായിരുന്നു എന്നാണ് അള്ളാഹു ഇവിടെ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ ഒരു ആയത്ത് അവതരിച്ച സമയത്ത് ഒരുപാട് സ്വഹാബികൾ മുന്നോട്ട് വന്നുകൊണ്ട് പറഞ്ഞു, പ്രവാചകരെ, അള്ളാഹു എന്ത് തന്നെ അവതരിപ്പിച്ചാലും ഞങ്ങളത് ചെയ്യാൻ സന്നദ്ധരാണ്. ഇപ്പോൾ സ്വന്തത്തെ തന്നെ കൊലപ്പെടുത്തുവാനോ അല്ലെങ്കിൽ രാജ്യം വിട്ട് പോകണമെന്നോ ഒക്കെ അള്ളാഹു കൽപ്പിച്ചാൽ ഞങ്ങളതൊക്കെ അനുസരിക്കാൻ സന്നദ്ധരാണെന്ന് പറഞ്ഞ് വന്ന കുറച്ച് സ്വഹാബികൾ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ പ്രശംസിക്കുകയും ഉണ്ടായിട്ടുണ്ട്. പിന്നെ ചില സ്വഹാബികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, അള്ളാഹു ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നിരുന്നെങ്കിൽ ഈ അനുസരിക്കുന്ന ആളുകളിൽ ഇദ്ദേഹവും ഉണ്ടാവുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ സംഭവമൊക്കെ നമുക്ക് തഫ്സീറിൽ നിന്ന് കാണാം. അടുത്ത ആയത്തിൽ അള്ളാഹു പറയണത്, അങ്ങനെ അള്ളാഹുവിൻ്റെ ഉപദേശം അനുസരിക്കണ ആളുകൾക്ക് അള്ളാഹു അപ്പം തന്നെ പ്രതിഫലം, വമ്പിച്ച പ്രതിഫലം നൽകുമായിരുന്നു എന്നാണ് പറയണത്. ഇതല്ല ആ തൈനാഹും അന്നേരം നാം അവർക്ക് കൊടുക്കുക തന്നെ ചെയ്യും, മില്ലതുന്ന നമ്മുടെ പക്കൽ നിന്നും, അജ്റൻ പ്രതിഫലം, അലീമ വമ്പിച്ച. അപ്പോൾ ഇത് ആ ഇഹലോകത്ത് തന്നെ വെച്ച് പ്രതിഫലം കിട്ടും എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അല്ല, ഇത് പരലോകത്ത് ചെല്ലുമ്പോഴും അവർക്ക് ഏറ്റവും വമ്പിച്ച അനുഗ്രഹമാണ് അല്ലെങ്കിൽ പ്രതിഫലമാണ് അള്ളാഹു ഒരുക്കി വെച്ചിരിക്കണമെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. എന്താണെങ്കിലും അള്ളാഹുവിൻ്റെ സതുപദേശം സ്വീകരിച്ച ആളുകൾക്ക് അള്ളാഹുവിൻ്റെ പ്രതിഫലം ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയാണ്. അടുത്ത ആയത്ത് അള്ളാഹു പറയണത് ഇങ്ങനെയാണ്, വലഹദൈനാഹും സിറാത്തം മുസ്തഖീമ, നാം അവരെ ഏറ്റവും ചൊവ്വായ പാതയിൽ, നേരായ പാതയിൽ നയിക്കുന്നതുമാണ്. അപ്പോൾ നമ്മൾ അള്ളാഹുവിൻ്റെ ഒരു കൽപ്പന പൂർണ്ണ തൃപ്തിയോടുകൂടി നമ്മളതനുസരിച്ച് അള്ളാഹു നമ്മളെ ഒട്ടും വഴിതെറ്റിക്കാണ്ട് നേരായ പാതയിൽ തന്നെ നമ്മളെ മുന്നോട്ട് നയിക്കും എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളൊരു കൽപ്പന കേട്ടാൽ അത് നമ്മളുടെ ബുദ്ധിക്ക് നിരക്കാത്തതാണ്, അല്ലെങ്കിൽ അത് ഇപ്പോഴത്തെ ഒരു ലോജിക്ക് വെച്ച് ശരിയല്ല എന്നൊക്കെ തോന്നിക്കഴിഞ്ഞ് അത് ചെയ്യാതിരുന്നാൽ നമ്മൾ അത് നേരായ മാർഗത്തിൽ നിന്നും തെറ്റിപ്പോവലാണ്. അവിടെ അള്ളാഹു ഒരു കാര്യം കൽപ്പിച്ചു എന്ന് സത്യമായ ഒരു സോഴ്സിൽ നിന്ന് നമ്മൾ അറിഞ്ഞാൽ കൃത്യമായും അത് പാലിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അപ്പോൾ ബാക്കി അള്ളാഹു എല്ലാം നേരെ ആക്കി തരും എന്നാണ് ഈ ആയത്തുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്.
ഇനി അള്ളാഹു പറയാണ്, അള്ളാഹുവിനെ അനുസരിച്ച ആളുകൾക്ക് അല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിച്ച ആളുകൾക്ക് പരലോകത്ത് കിട്ടാൻ പോണ കൂട്ടുകാരാരൊക്കെയാണെന്നാണ് അള്ളാഹു അടുത്ത ആയത്തിൽ പറഞ്ഞു തരുന്നത്. ആയത്ത് നമുക്കൊന്ന് നോക്കാം. വമൻ യുതിഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖാ. ഇവിടെ അള്ളാഹു പറയണത്, അള്ളാഹുവിനെയും റസൂലിനെയും ആരനുസരിക്കണോ അങ്ങനത്തെ ആൾക്കാർക്ക് അള്ളാഹു അവിടെ സ്വർഗത്തിൽ തരാൻ പോകുന്ന കൂട്ടുകാരാരൊക്കെയാണെന്ന്. ആരാണ് അവർ? നബിമാരുടെ കൂടെ ആയിരിക്കും, സിദ്ദീഖുകളുടെ കൂടെ ആയിരിക്കും, ശുഹദാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും കൂടെ ആയിരിക്കും എന്നാണ് പറയണത്. ഈ പറഞ്ഞ ആളുകളൊക്കെ എത്രയോ നല്ല കൂട്ടുകാരാണ് എന്നാണ് അള്ളാഹു പറഞ്ഞു തരുന്നത്. അപ്പോൾ അള്ളാഹു നമുക്ക് വാഗ്ദാനം ചെയ്ത കൂട്ടുകാരാരൊക്കെയാണ്? ഒന്നാമത് പറഞ്ഞത് പ്രവാചകന്മാരായിരിക്കും എന്നാണ് പറഞ്ഞത്. നമ്മൾ എന്താ ചെയ്യേണ്ടുള്ളൂ? അള്ളാഹുവിനെയും പ്രവാചകനെയും അനുസരിക്കുക മാത്രമേ ചെയ്യേണ്ടുള്ളൂ. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടാൻ പോണ ആദ്യത്തെ കൂട്ടുകാർ നബിമാരാണെന്നാണ് പറഞ്ഞത്. നബിമാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യരിൽ ഏറ്റവും ഉത്കൃഷ്ടരാണ് നബിമാരല്ലേ. ഈ പ്രവാചകന്മാർ ആവാനായിട്ട് സ്വന്തം പ്രയത്നം കൊണ്ട് നമ്മളിപ്പോൾ എന്തൊക്കെ തന്നെ പ്രയത്നിച്ചാലും ഒരു പ്രവാചകനാകാൻ പറ്റൂല. അത് അള്ളാഹു തിരഞ്ഞെടുത്ത ആളുകളാണ് പ്രവാചകന്മാർ. പിന്നെ പറഞ്ഞു സിദ്ദീഖുകളാണ് അടുത്ത കൂട്ടുകാരന്മാർ. ആരാണ് സിദ്ദീഖുകൾ? നമുക്ക് എപ്പോഴും സിദ്ദീഖ് എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയാണ് അല്ലേ. 3 സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിന് ആ സിദ്ദീഖ് എന്നുള്ളൊരു പദവി കിട്ടിയത് എങ്ങനെയാണെന്ന് നമുക്ക് വിവരിച്ചു തരുന്നുണ്ട് ചരിത്രം. എങ്ങനെയാണ്? ആദ്യം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകത്വം ഉന്നയിച്ചുകൊണ്ട് വരികയാണ്. ഞാൻ അള്ളാഹുവിൽ നിന്നുള്ള ദൂതനാണ്, പ്രവാചകനാണെന്ന് പറഞ്ഞപ്പോൾ യാതൊരു സംശയവും ഇല്ലാണ്ട് ആദ്യ കാലഘട്ടത്തിൽ തന്നെ പ്രവാചകനിൽ വിശ്വസിച്ച ഒരാളാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. പിന്നീട് ഇസ്രാ മിഅ്റാജ് സംഭവം നടന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മസ്ജിദുൽ ഹറമിൽ നിന്നും മസ്ജിദുൽ അഖ്സയിലേക്ക് ഒരു രാത്രി കൊണ്ട് പോവുകയും അവിടെ നിന്ന് ആകാശലോകത്ത് പോയി വരികയും ചെയ്ത ആ സംഭവം. ഈ ഒരു സംഭവം അറിഞ്ഞപ്പോൾ ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിച്ചു. കാരണം അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റൂല, എത്രയോ ദിവസത്തെ വഴിദൂരമുള്ള ഒരു പള്ളിയിലേക്ക് ഒരു ദിവസം രാത്രി കൊണ്ട് പോയി അവിടെ നിന്ന് പിന്നെ ആകാശത്തേക്കും പോയി തിരിച്ച് നേരം വെളുക്കുമ്പോഴത്തേനും മസ്ജിദുൽ ഹറമിലോട്ട് എത്തിയെന്ന് പറയുമ്പോൾ അവർക്കത് വിശ്വസിക്കാൻ പറ്റൂല. അപ്പോൾ ഈ ഖുറൈശി പ്രമുഖർ വേഗം തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ട്, ഇത് കേട്ടില്ലേ, ഇതിനും വലിയ മണ്ടത്തരം പറയുമോ എന്നൊക്കെ പറഞ്ഞ് അവർ പരിഹസിക്കുകയാണ്. ആ സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാണ്, ഞാനതിൽ വിശ്വസിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു കാര്യം സത്യമാണെന്ന് മനസ്സിലായാൽ മറ്റാരെയും ഭയപ്പെടാതെ അതിൽ ഉറച്ചു നിൽക്കുന്ന ഒരാളാണ് സിദ്ദീഖ് അല്ലേ. ഒരു ലാഭനഷ്ടവും നോക്കൂല, അത് സത്യമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഏതൊരു കാര്യവും സത്യമാണെന്ന് ആൾക്ക് വിശ്വസിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല അല്ലേ. പിന്നെ ഉണ്ടായ ഒരു സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിൻ്റെ സമയത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി എന്ന് അറിഞ്ഞ ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു പോലും അതിനെ അംഗീകരിക്കാൻ വിസമ്മതിച്ച ഒരു സന്ദർഭം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. ആ സമയത്തും അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി എന്ന ആ സത്യത്തെ അംഗീകരിച്ചുകൊണ്ട് ഖുർആൻ ആയത്ത് ഓതിക്കൊണ്ടാണ് അവിടെ ഉറച്ചു നിന്നത്. അപ്പോൾ സിദ്ദീഖ് എന്ന് പറഞ്ഞാൽ യാതൊരു ലാഭനഷ്ടവും നോക്കാതെ ഒരു സത്യത്തിൽ ഉറച്ചു നിൽക്കണ ഒരാളാണ്. അപ്പോൾ സ്വർഗത്തിലെ കൂട്ടുകാരിൽ ഒരു വിഭാഗം ഇവരാണെന്നാണ് അള്ളാഹു പറഞ്ഞത്. പിന്നെ പറഞ്ഞെന്താ? ശുഹദാക്കളാണ്, ദീനിന് വേണ്ടി പൊരുതി ജീവൻ ത്യജിച്ച ആളുകളാണ് അല്ലേ ശുഹദാക്കൾ. വസ്വാലിഹീൻ ആരാണ്? സൽക്കർമ്മം ചെയ്ത ആളുകളാണ്. അപ്പോൾ ഇവരൊക്കെ ആയിരിക്കും നമ്മൾ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചാൽ നമുക്ക് കിട്ടാൻ പോണ കൂട്ടുകാർ. അവരെത്രയോ നല്ല കൂട്ടുകാരാണ് എന്നാണ് അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നത്. ഒരിക്കൽ ഒരു സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ രാത്രി താമസിച്ചു. അദ്ദേഹം നബിക്ക് ഒളുവെടുക്കാനുള്ള വെള്ളം, ആവശ്യമുള്ള കാര്യങ്ങളും ഒക്കെ ചെയ്തു കൊടുത്ത് അങ്ങനെ നിൽക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, താങ്കൾക്ക് എന്താണ് വേണ്ടത്? ചോദിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്താണ്? സ്വർഗത്തിൽ അങ്ങയോടൊപ്പമുള്ള സഹവാസമാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, വേറെ എന്തെങ്കിലും വേണമെങ്കിൽ ചോദിച്ചോളാൻ പറഞ്ഞു. അപ്പോഴും അദ്ദേഹം പറഞ്ഞു, എനിക്ക് അത് തന്നെ മതി എന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്ത ഒരു മറുപടി ഇതാണ്, നിങ്ങൾ സുജൂദ് വർദ്ധിപ്പിക്കൽ വഴി നിൻ്റെ കാര്യത്തിൽ നീ എന്നെ സഹായിച്ചു കൊള്ളുക എന്ന്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വർഗത്തിൽ നമുക്ക് കഴിയണമെങ്കിൽ എന്ത് ചെയ്യണം? സുജൂദ് വർദ്ധിപ്പിക്കുക എന്ന് ചെന്നാണ്, നമസ്കാരം വർദ്ധിപ്പിക്കുക എന്നാണ്. അങ്ങനെ ചെയ്യാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപദേശിച്ചത്. മറ്റൊരു ഹദീസിൽ പറയണത് ഇങ്ങനെയാണ്, ഒരാൾ വന്ന് ചോദിക്കുകയാണ്, ഒരാൾ ഒരു കൂട്ടുകാരനെ സ്നേഹിക്കുന്നു,
പക്ഷേ ഇവർ പദവിയിൽ വേറെ വേറെ പദവിയാണ് ഇവർക്ക് കിട്ടിയത്. സ്വർഗത്തിൽ എത്തിച്ചേർന്നില്ല, ഒരാളുടെ പദവിയിലേക്ക് മറ്റേയാൾ എത്തിയിട്ടില്ല. അങ്ങനെയുള്ള ഒരാളെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറുപടി ഇതാണ്: മനുഷ്യൻ അവൻ സ്നേഹിക്കുന്നവരോട് കൂടെ ആയിരിക്കും. അതായത് ഇപ്പോൾ പ്രവാചകൻ്റെ പദവി ആയിരിക്കണം എന്നില്ല, പ്രവാചകൻ്റെ കൂടെയുള്ള സ്വഹാബിമാരുടെ പദവികളല്ലേ. അപ്പോൾ അതാണ് അവർക്ക് വിഷമം. ഇവിടെ പ്രവാചകൻ്റെ കൂടെ കഴിഞ്ഞു കൂടിയിട്ട് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാനോ കൂടെ സഹവസിക്കാനോ ഒന്നും കഴിയൂലേ എന്നുള്ള വിഷമമാണ് അവർക്ക്. അപ്പോൾ ഈ ഒരു ആയത്ത് അവതരിച്ച സന്ദർഭത്തിൽ അവർക്ക് വളരെ മനസ്സമാധാനം ലഭിച്ചു എന്ന് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അടുത്ത ആയത്തിൽ എന്നിട്ട് അള്ളാഹു പറയണത്, ഈ അള്ളാഹു കൊടുക്കണ ഈ പദവി അത് അള്ളാഹുവിൻ്റെ ഔദാര്യത്തിൽ നിന്നുള്ളതാണ്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നിന്നുള്ളതാണ്. എല്ലാ കാര്യങ്ങളും അറിയുന്നവനായി അള്ളാഹു തന്നെ മതി എന്നാണ് അടുത്ത ആയത്തിൽ പറയണത്. ദാലിക്കൽ ഫദ്ലു മിനല്ലാഹ്. ദാലിക്ക എന്ന് വെച്ചാൽ ഈ പദവി, അത് അല്ലേ, അതെന്ന് വെച്ചാൽ ഈ ഒരു പദവി സ്വർഗത്തിൽ നബിമാരുടെയും സിദ്ദീഖുകളുടെയും ശുഹദാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും കൂടെയുള്ള സഹവാസം, ആ ഒരു പദവി അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹമാണ്. വക്കഫാ ബില്ലാഹി അലീമ. അറിയുന്നവനായിട്ട് അള്ളാഹു തന്നെ മതി എന്നാണ് പറയണത്. ഇനി അടുത്ത ആയത്തിൽ അള്ളാഹു പറയണത്, ഈ ഇസ്ലാമിൻ്റെ പ്രചാരണത്തിനും അതിൻ്റെ നിലനിൽപ്പിനും ഒക്കെ തടസ്സമായി നിൽക്കുന്ന ശത്രുക്കളോട് നിങ്ങളെങ്ങനെ ഇടപെടണം എന്നാണ് അള്ളാഹു പറഞ്ഞു തരുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കണമെങ്കിൽ ആ ഒരു പശ്ചാത്തലം എന്താണെന്നും കൂടി നമ്മൾ അറിയണം. അപ്പോൾ നമ്മൾ പറഞ്ഞു, ആദ്യം ബദർ യുദ്ധം കഴിഞ്ഞു, അതിനുശേഷം ഉഹദ് യുദ്ധം കഴിഞ്ഞു. കുറച്ചും കൂടി മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ ആയത്തുകൾ അവതരിക്കുന്നത്. ഉഹദ് യുദ്ധത്തിൽ മുസ്ലിങ്ങൾക്ക് ഏറ്റ പരാജയം ശത്രുക്കളുടെ ശക്തി വർദ്ധിപ്പിച്ചു. അപ്പോൾ അവർക്ക് എന്താ, എവിടെ കണ്ടാലും മുസ്ലിങ്ങളെ പരാജയപ്പെടുത്താനും പലതരത്തിൽ ചതിക്കാനും ഒക്കെ അവർ തുടങ്ങി. ഇപ്പോൾ ഒരു പ്രബോധനത്തിന് പോയാൽ തന്നെ പലതരത്തിലുള്ള മോശമായ അനുഭവങ്ങളാണ് മുസ്ലിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. മദീനയുടെ പുറത്ത് താമസിക്കുന്ന സത്യവിശ്വാസികൾക്കും ഒക്കെ വളരെ മോശമായ അനുഭവങ്ങളാണ് അവരുടെ ജീവിതത്തിലുണ്ടായത്. ശത്രുക്കൾക്കൊരു ആത്മവിശ്വാസം വന്നു, നമുക്കൊന്ന് ഒത്തുപിടിച്ചാൽ, എല്ലാവരും കൂടി ഒത്തുപിടിച്ചാൽ ഈ ഇസ്ലാമിനെ നമുക്ക് ഈ ഭൂമുഖത്തു നിന്ന് തുടച്ചു നീക്കാൻ പറ്റുന്നൊരു ആത്മവിശ്വാസം വന്ന ഒരു സന്ദർഭമാണ്. ആ സന്ദർഭത്തിൽ അവതരിച്ച ആയത്തുകളാണിത്. അള്ളാഹു സത്യവിശ്വാസികൾക്ക് കൊടുക്കുന്ന ഉപദേശമാണ്. യാ അയ്യുഹല്ലദീന ആമനു, ഹേ വിശ്വസിച്ചവരെ, ഹുദു നിങ്ങൾ എടുക്കുവിൻ, അല്ലെങ്കിൽ മുറുകെ പിടിക്കുവിൻ, ഹിദ്റക്കും നിങ്ങളുടെ ജാഗ്രത, നിങ്ങൾ ജാഗ്രതയുള്ളവരാവണമെന്നാണ് അള്ളാഹു പറഞ്ഞു തരുന്നത്. ഫംഫിറു എന്നിട്ട് നിങ്ങൾ പുറപ്പെടുക, സുബാത്തിൻ അവിം ഫിറു ജമിഅ നിങ്ങൾ പല കൂട്ടങ്ങളായോ അല്ലെങ്കിൽ എല്ലാവരും ഒന്നിച്ചോ ആയിക്കൊണ്ട് നിങ്ങൾ പുറപ്പെട്ടു കൊള്ളുക എന്നാണ് അള്ളാഹു അവിടെ പറഞ്ഞു തരുന്നത്. ഇവിടെ ഇപ്പോൾ പറയണത് എന്താണെന്ന് വെച്ചാൽ, ശത്രുക്കളെക്കുറിച്ച് സത്യവിശ്വാസികൾക്ക് അള്ളാഹു പറയാണ്, നിങ്ങൾ ജാഗരൂകരായിരിക്കണം, അവരെപ്പോൾ വേണമെങ്കിലും നിങ്ങളെ ആക്രമിക്കാം. അപ്പോൾ എങ്ങനെ ഒരു ആവശ്യം വന്നാലും നിങ്ങൾ ഒരുങ്ങി തയ്യാറായിട്ടിരിക്കണം എന്നാണ് പറഞ്ഞത്. ഓർക്കാപ്പുറത്തായിരിക്കും അവർ നിങ്ങളെ ആക്രമിക്കാൻ വരിക. അപ്പോൾ അതിൻ്റെ സന്ദർഭം അനുസരിച്ച് നിങ്ങൾ സംഘമായോ പല പല സംഘങ്ങളായോ അല്ലെങ്കിൽ എല്ലാവരും കൂടി ഒന്നിച്ചോ അവരെ നേരിടണം എന്നാണ് അള്ളാഹു ഇവിടെ പറഞ്ഞു തരുന്നത്. ഇനി മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞ് ഇവരുടെ കൂട്ടത്തിലുള്ള ആളുകളെ കുറിച്ചിട്ടാണ് അള്ളാഹു പറയണത്. നിങ്ങളുടെ കൂട്ടത്തിൽ ഒഴിഞ്ഞു മാറി നിൽക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ യുദ്ധത്തിനോ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വിളിച്ചാൽ മടിച്ചു നിൽക്കുന്ന ആളുകൾ, വരുകയില്ല, മറ്റുള്ളവരെ മുടക്കുകയും ചെയ്യുന്ന ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അതാരാണ്? ഈ കപട വിശ്വാസികളാണ് അല്ലേ. അബ്ദുല്ലാഹിബിൻ ഉബയ്യിബിൻ സുലൂലിനെ പോലെയുള്ള ആളുകളെ കുറിച്ചിട്ടാണ് ഇവിടെ പറയണത്. അപ്പോൾ അവരെന്ത് ചെയ്യും? യുദ്ധത്തിനൊക്കെ വിളിച്ചാൽ വരികയില്ല. എന്നിട്ട് ഈ യുദ്ധത്തിന് പോയ ആളുകൾക്ക് അല്ലെങ്കിൽ ദീനിൻ്റെ മാർഗത്തിൽ മുന്നോട്ട് പോയ ആളുകൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായി എന്ന് പറഞ്ഞാൽ ഇവർ പറയും, ഓ ഞങ്ങളതേ അള്ളാഹു അനുഗ്രഹിച്ചിരിക്കുന്നു, ഞങ്ങൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലെയുള്ള ബുദ്ധിമുട്ടൊക്കെ ഞങ്ങൾക്കും ഉണ്ടാവില്ലായിരുന്നാന്ന് അവർ പറയും. ഇനിയല്ല, ഇവർക്ക് വല്ലൊരു അനുഗ്രഹമാണ് കിട്ടണമെങ്കിൽ ഇവരെന്താ പറയുക, ഉഷോ ഞങ്ങളും അവരുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്കും ഇപ്പോൾ അതുപോലെയൊക്കെ കിട്ടുമായിരുന്നില്ലേ. അവർക്ക് അങ്ങനെ ഒരു അവസരം ഇല്ലാത്ത പോലെയാണ് പറയുക. ഇത് സത്യവിശ്വാസികളുടെ കൂട്ടത്തിലുള്ള എല്ലാവർക്കുള്ള കൽപ്പനയാണ്. ഇപ്പോൾ യുദ്ധത്തിന് പുറപ്പെടാൻ പറഞ്ഞാലും ഏതൊരു കാര്യം പറഞ്ഞാലും എല്ലാവരോടുള്ള കൽപ്പനയാണ്. അപ്പം ഇവരെന്താണ് തന്ത്രപൂർവ്വം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിട്ട് എന്തെങ്കിലും ഒരു അനുഗ്രഹം കിട്ടി, ഇപ്പോൾ യുദ്ധത്തിൽ വിജയിക്കുകയോ ഗനീമത്ത് സ്വത്ത് കിട്ടുകയൊക്കെ ചെയ്താൽ ഇവർ പറയും, ഒശോ ഞങ്ങളും അവരുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു എന്നിങ്ങനെ ഭയങ്കര കഷ്ടം പറയും. അവർക്ക് അങ്ങനെ ഒരു ചാൻസ് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ള രീതിയിലാണ് അവർ പറയണത്. അവർക്ക് കിട്ടിയ ചാൻസിനെ അവർ കളഞ്ഞിട്ടാണ് ഈ പറയണത്. അപ്പോൾ അതാണ് അള്ളാഹു പറഞ്ഞു തരുന്നത്. ഇന്ന മിൻകും നിശ്ചയമായും നിങ്ങളിലുണ്ട്, ലമൻ ചില കൂട്ടരുണ്ട്, ലയുബത്തി അന്ന അവർ മടിച്ചു നിൽക്കുക തന്നെ ചെയ്യും. ഒരു നല്ല കാര്യത്തിന് വിളിച്ചാൽ അല്ലെങ്കിൽ ഒരു യുദ്ധത്തിന് വിളിച്ചാൽ അവർ മടിച്ചു നിൽക്കും. ഫൈൻ അസ്വാബത്കും എന്നിട്ട് നിങ്ങളെ ബാധിച്ചെങ്കിൽ, മുസീബത്തുൻ ഒരു വല്ല ദോഷം, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മോശമായ ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടായാൽ,
ഖാല അവൻ പറയും, ഈ പൂവാണ്ട് മാറി നിന്ന ഒരാൾ പറയാണ്, ഖദ് അൻഅമല്ലാഹു അലയ്യ, എന്നെ അള്ളാഹു അനുഗ്രഹിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടായിട്ടുണ്ട് എന്ന് അയാൾ പറയും. ഇതിലും അക്കും മാഹും ഷഹീദ, ഞാൻ അവരുടെ ഒപ്പം ഷഹീദായി അല്ലെങ്കിൽ ഹാജരായിക്കൊണ്ട് അവരുടെ കൂടെ ഇല്ലാത്ത സ്ഥിതിക്ക്, ഞാൻ അവരുടെ കൂടെ പോവാത്ത സ്ഥിതിക്ക് അള്ളാഹു തീർച്ചയായും എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട് എന്നാണ് ഈ പൂവാണ്ട് മാറി നിന്ന ആൾ പറയുക, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ. ഇനി വല ഇൻ അസ്വാബക്കും, ഇനി നിങ്ങൾക്ക് ബാധിച്ചുവെങ്കിലോ, ഫദ്ലുൻ, അള്ളാഹുവിൻ്റെ അടുത്തുനിന്നൊരു അനുഗ്രഹമാണ് നിങ്ങൾക്ക് കിട്ടണമെങ്കിലോ, മീൻ അള്ളാഹുവിൽ നിന്നും ഉള്ള ഒരു അനുഗ്രഹമാണ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ, ലയഖൂലന്ന, തീർച്ചയായും അവൻ പറയും, കഅല്ലം തകും ബൈനകും വബൈനഹു മവദ്ദത്തുൻ, അയ്യോ എനിക്കും അവർക്കും ഇടയിൽ ഒരു മവദ്ദത്ത്, ഒരു സ്നേഹബന്ധം ഉണ്ടായിരുന്നെങ്കിൽ, ഞാനും അവരുടെ ഒപ്പം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അയാൾ പറയുന്നു. യാ ലൈതനി, ഹോ ഞാൻ ആയിരുന്നെങ്കിൽ നന്നായേനെ, കുന്തു മഅഹും, അവരോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ, ഫഅഫൂസ ഫൗസൻ അലീമ, എന്നാൽ എനിക്കും വമ്പിച്ച വിജയം പ്രാപിക്കാമായിരുന്നു എന്ന് പറയും. അവർക്ക് അങ്ങനെ ഒരു ചാൻസേ കിട്ടിയിട്ടില്ലാത്ത മാതിരിയാണ് അവർ പറയുക. ഈ പറയണത് കേട്ടാൽ തോന്നും അവർക്ക് ഇങ്ങനെ ഒരു ചാൻസേ ഉണ്ടായിട്ടില്ല, ഈ മുസ്ലിങ്ങളെ ഇവർക്ക് അറിയേ ഉണ്ടായിരുന്നില്ല എന്നുള്ള രീതിയിലാണ് ഇവർ പറയുക. ഇവർക്കും അതേ ഓർഡർ തന്നെയാണ് അള്ളാഹു പറഞ്ഞത്, യുദ്ധത്തിന് പോകുമെന്ന് പറയുമ്പോൾ ഇവരും പോകേണ്ടതായിരുന്നു, പക്ഷേ പോവാണ്ട് നിന്നിട്ട് ഇങ്ങനെ പറയണ ആളുകളും നിങ്ങളിലുണ്ട് എന്ന് അള്ളാഹു പറഞ്ഞു കൊടുക്കുകയാണ്. ഇനി അടുത്ത ആയത്തിൽ അള്ളാഹു പറയണത് യുദ്ധം ചെയ്യാനുള്ളൊരു ആഹ്വാനമാണ്. ആരോടാണ് യുദ്ധം ചെയ്യാൻ പറയണത്? ഈ ഇഹലോകത്തിൽ യാതൊരു നന്മയും പ്രതീക്ഷിക്കാണ്ട് പരലോകത്തിന് വേണ്ടി ആര് നിലകൊള്ളുന്നുവോ അങ്ങനെയുള്ളവർ പോയി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യട്ടെ എന്നാണ് അള്ളാഹു പറയണത്. അങ്ങനെ അയാൾ യുദ്ധം ചെയ്തു മരണപ്പെടുകയാണ്, അല്ലെങ്കിൽ അയാൾ വിജയിച്ചു യുദ്ധത്തിൽ, എങ്ങനെയാണെങ്കിലും വഴിയെ വമ്പിച്ച പ്രതിഫലമാണ് അള്ളാഹു അവർക്ക് ഒരുക്കി വെച്ചിരിക്കണത് എന്നാണ് അടുത്ത ആയത്തിൽ അള്ളാഹു പറയണത്. ഫൽ യുക്കാത്തിൽ, എന്നാൽ നിങ്ങൾ യുദ്ധം ചെയ്യട്ടെ. യുക്കാത്തിൽ അവിടെ അമ്രഫിലാണ്, അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. ഫി സബീലില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ യുദ്ധം ചെയ്യട്ടെ. ആരോടാണ് ഈ പറയണത്? അല്ലദീന, യാതൊരു കൂട്ടർ. എങ്ങനെയുള്ള ആളുകളാണ്? യശ്റൂനൽ ഹയാത്ത ദുനിയ ബിൽ ആഖിറ, പരലോകത്ത് വിജയം കിട്ടാൻ വേണ്ടി ഈ ഐഹിക ജീവിതത്തെ വിറ്റുകളയുന്ന ആളുകൾ, അവരോടാണ് പറയണത്. ഇവിടുത്തെ ഒരു സുഖവും ആഗ്രഹിക്കാണ്ട് പരലോകത്തിന് വേണ്ടി പണിയെടുക്കുന്ന ആളുകളോട് പറയാണ്, നിങ്ങൾ പോയി യുദ്ധം ചെയ്യുക. വമൻ യുഖാത്തിൽ, ഇനി ആരെങ്കിലും യുദ്ധം ചെയ്താൽ, ഫീ സബീലില്ലാഹി, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, ഫയുഖ്തൽ, എന്നാൽ എന്നിട്ട് അവൻ കൊല്ലപ്പെടുകയാണ്, ഔ യഗ്ലിബ്, അല്ലെങ്കിൽ അവൻ വിജയിച്ചു, ആ യുദ്ധത്തിൽ ഒന്നില്ലെങ്കിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ വിജയിച്ചിട്ടുണ്ടാവും, ഫസൗഫ, എന്നാൽ വഴിയെ, നുഅ്തീഹി, നാം അവന് നൽകും, അജ്റൻ അലീമ, വമ്പിച്ച പ്രതിഫലം നൽകും എന്നാണ് അള്ളാഹുവിൻ്റെ വാഗ്ദാനം. അപ്പോൾ ഇത്രയാണ് ഈ പേജിലുള്ളത്. നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞു കപടവിശ്വാസികളെ കുറിച്ചിട്ടാണ് പറഞ്ഞതല്ലേ, അവരോട് അള്ളാഹു ഒരു കഠിനമായൊരു നിയമം നിർബന്ധമാക്കുകയാണ്. അവരോട് പറയാണ്, നിങ്ങൾ നിങ്ങളെ തന്നെ കൊന്നുകളയണം, അല്ലെങ്കിൽ ദീനിന് വേണ്ടി നിങ്ങളുടെ ജീവൻ തന്നെ വെടിയണം എന്ന് പറയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ വീടുകളിൽ നിന്നും നിങ്ങൾ ഇവിടുന്ന് പുറത്തു പോകണം, ഒരു സത്യവിശ്വാസിയായിക്കൊണ്ട് ജീവിക്കാൻ നിങ്ങളുടെ വീടും സ്വത്തും എല്ലാം ഉപേക്ഷിക്കണം എന്ന് അള്ളാഹു ഒരു കഠിനമായൊരു നിയമം വെക്കുകയാണെങ്കിൽ നിങ്ങളിൽ നിന്നും വളരെ കുറച്ച് പേര് മാത്രമേ അതനുസരിക്കുള്ളൂ എന്നാണ് പറയണത്. ഇനി ആരെങ്കിലും അള്ളാഹുവിൻ്റെ ഉപദേശത്തെ അനുസരിച്ചിരുന്നെങ്കിൽ അവരായിരുന്നാനേ ഏറ്റവും ഉത്തമരായ ആളുകളെന്നും അവർ ഉറച്ചു നിൽക്കുന്ന ആളുകളുമായിരുന്നേനെ എന്ന് അള്ളാഹു പറയാണ്. അങ്ങനെ അള്ളാഹുവിൻ്റെ ഉപദേശം സ്വീകരിച്ചിരുന്നെങ്കിൽ അവർക്ക് അള്ളാഹുവിൽ നിന്നും വമ്പിച്ച പ്രതിഫലം അള്ളാഹു നൽകുമായിരുന്നു എന്ന് അള്ളാഹു പറഞ്ഞു. പിന്നെ പറഞ്ഞു, അവരെ ഏറ്റവും നല്ല പാതയിലേക്ക് നയിക്കണമെങ്കിലും എന്ത് വേണമായിരുന്നു? അള്ളാഹുവിൻ്റെ ഉപദേശങ്ങളെ നിങ്ങൾ സ്വീകരിക്കണമായിരുന്നു എന്ന് പറഞ്ഞു. ഇനി ആരെങ്കിലും അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ പ്രവാചകനെയും അനുസരിച്ചാൽ അവർ പരലോകത്ത് സ്വർഗത്തിൽ ആരുടെ കൂടെ ആയിരിക്കും, അല്ലെങ്കിൽ അവരുടെ കൂട്ടുകാരാരൊക്കെയാണെന്നാണ് അള്ളാഹു പറഞ്ഞു തരുന്നത്. അവർ പ്രവാചകന്മാരുടെയും സിദ്ദീഖുകളുടെയും ശുഹദാക്കളുടെയും സ്വാലിഹ്യങ്ങളുടെയും കൂടെ ആയിരിക്കും. അവരെത്രയോ നല്ല കൂട്ടുകാരാണ് എന്ന് അള്ളാഹു നമുക്ക് പറഞ്ഞു തരാണ്. ഇങ്ങനെ ഈ കൂട്ടുകാരെ കിട്ടുന്ന ആളുകൾ എന്താണ്? അള്ളാഹുവിൻ്റെ ഏറ്റവും അനുഗ്രഹമുള്ള ആളുകളാണ്. അപ്പോൾ ഇത് ഇങ്ങനെ കൂട്ടുകാരെ കിട്ടുന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. നിങ്ങളെ അറിയാനായിട്ട് അള്ളാഹു തന്നെ മതി എന്നാണ്. ഓരോരുത്തരും എങ്ങനെയുള്ള ആളുകളാണെന്ന് അറിയാൻ അള്ളാഹ്ക്ക് ധാരാളം, അള്ളാഹു തന്നെ പോരെ, വേറെ ആരും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അതാണ് പറയണത്. അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നത് എന്താണ്? സത്യവിശ്വാസികളോട് ജാഗ്രത കൈക്കൊള്ളാനാണ് പറയണത്. ആ ഒരു സന്ദർഭം എന്ന് പറയുന്നത് ഉഹദ് യുദ്ധത്തിന് ശേഷം ശത്രുക്കളൊക്കെ കുറച്ച് ശക്തി പ്രാപിച്ചൊരു സമയമാണ്. ശത്രുക്കൾക്ക് മനസ്സിലായി എല്ലാവരും കൂടി ഒന്നിച്ചു നിന്നാൽ ഇസ്ലാമിനെ അങ്ങോട്ട് തുരത്തിക്കളയാം, തുടച്ചു നീക്കാൻ പറ്റുമെന്നൊരു തോന്നൽ അവരുടെ ഉള്ളിൽ വന്നപ്പോൾ ഏതൊരു സത്യവിശ്വാസിയെ കണ്ടാലും അവർ ഉപദ്രവിക്കും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അള്ളാഹു കൊടുക്കണ ഉപദേശമാണ്, ഹേ സത്യവിശ്വാസികളെ, നിങ്ങൾ ജാഗരൂകരായിക്കൊണ്ടിരിക്കുക. ശത്രുക്കളുടെ അക്രമം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാവാം. അപ്പോൾ നിങ്ങൾ ഒന്നിച്ചായോ ചെറിയ ചെറിയ കൂട്ടങ്ങളായോ അവരെ നേരിടാനായിട്ട് തയ്യാറായി നിൽക്കണം എന്നാണ് അള്ളാഹു പറയണത്.
അങ്ങനെ യുദ്ധത്തിന് തയ്യാറാവാനുള്ള ആഹ്വാനം കഴിഞ്ഞിട്ട് അള്ളാഹു പറഞ്ഞുതരാണ്, ഇനി യുദ്ധത്തിന് വിളിച്ചാൽ മടിച്ചു നിൽക്കുന്ന ആൾക്കാരുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ. ഈ കപടവിശ്വാസികളെ കുറിച്ചാണ് ഈ പറയണത് അല്ലേ. അങ്ങനെ യുദ്ധത്തിന് പോകാൻ വിളിച്ചാൽ അവർ പോകൂല, എന്തെങ്കിലും മുട്ടിനായൊക്കെ പറഞ്ഞ് അവർ ഒഴിഞ്ഞു നിൽക്കും. അങ്ങനെ യുദ്ധത്തിന് പോയവർക്ക് എന്തെങ്കിലും ഒരു മോശമായ അനുഭവമാണ്, അവർ പരാജയപ്പെട്ടു അല്ലെങ്കിൽ അവർ കൊല്ലപ്പെട്ടു എന്നൊക്കെ കേട്ടാൽ ഇവർ പറയും, കണ്ട ഞങ്ങൾ അള്ളാഹു അനുഗ്രഹിച്ചു, ഞങ്ങൾ അവരുടെ കൂടെ പോയിരുന്നെങ്കിൽ ഞങ്ങൾ ഇതുപോലെയൊക്കെ ആയി പോകില്ലായിരുന്നാന്ന് അവർ പറയും. ഇനിയല്ല, ഇവർ യുദ്ധത്തിൽ ജയിക്കുകയാണ്, ഇവർക്കൊരു അനുഗ്രഹമാണ് അള്ളാഹുവിൽ നിന്നുണ്ടായത്, കുറേ ഗനീമത്ത് കിട്ടുക അല്ലെങ്കിൽ വിജയമൊക്കെ കിട്ടുമ്പോൾ ഇവർ പറയും, അശോ ഞങ്ങളും അവരുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു, അവർക്ക് അങ്ങനെ ഒരു ചാൻസേ കിട്ടിയിട്ടില്ലാത്ത മാതിരി അവർ പറയുന്നു. അപ്പം അള്ളാഹു പറയാണ്, യുദ്ധം ചെയ്യാനുള്ള ആഹ്വാനം ആരോടാണ് അള്ളാഹു പറയണത്? നിങ്ങൾ ഈ ഇഹലോകത്തിനെ വിറ്റുകൊണ്ട് പരലോകത്തിന് വേണ്ടി പണിയെടുക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ പോയി യുദ്ധം ചെയ്യൂ. അങ്ങനെ യുദ്ധം ചെയ്ത് നിങ്ങൾ കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ നിങ്ങൾ വിജയിക്കുകയോ ആണെങ്കിലും ഇത് രണ്ടായാലും നിങ്ങൾക്ക് അള്ളാഹുവിൽ നിന്നും വമ്പിച്ച പ്രതിഫലം അള്ളാഹു നിങ്ങൾക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്, അത് കിട്ടും എന്നാണ് അള്ളാഹു പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു പേജിൽ. ഇൻഷാ അല്ലാ അടുത്തൊരു ഓഡിയോയിൽ നമുക്ക് നോക്കാം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.